ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ 3.5 പതിറ്റാണ്ടിനൊടുവിൽ കന്നിവോട്ട് ചെയ്യാൻ പ്രവാസി. തന്റെ കന്നിവോട്ട് മകൻ സ്ഥാനാർത്ഥിയായ തിരഞ്ഞെടുപ്പിലെന്നത് പിതാവിനുള്ള ഇരട്ടി മധുരവുമാണ്. പടിഞ്ഞാറ്റുമുറി ഇരിക്കാലി റോഡിൽ പുതിയ വീട്ടിൽ സലീമിന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പെന്നാൽ കന്നിവോട്ടിനുള്ള അവസരമാണ്. കഴിഞ്ഞ 36 വർഷമായി സൗദി, അബുദാബി എന്നിവിടങ്ങളിലായി ഡ്രൈവറായിരുന്നു സലീം. നാളിതുവരെ സലീമിന് തന്റെ വോട്ടവകാശം വിനിയോഗിക്കാനായിട്ടില്ല. വോട്ട് ചെയ്യാൻ താൽപര്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവധിക്ക് നാട്ടിലെത്തുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കാലമാകില്ല എന്നതായിരുന്നു തടസ്സം. എന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ സലീം പുതിയ വീട്ടിൽ ആഗ്രഹിച്ചിരുന്നു. ഓരോ തവണയും വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കുന്നതും ഇതിനായിരുന്നു. പ്രവാസിയായിട്ട് ഞാൻ 36 വർഷം പ്രവാസിയായിരുന്നു. വോട്ട് ചെയ്യാൻ ഇതുവരെ ഒരു അവസരവും കിട്ടിയിട്ടില്ല. ഒന്നിലും പാർലമെൻറ്റ്, അസംബ്ലി, പഞ്ചായത്ത്. ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് മകന് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. അതും 60-ാം വയസ്സിൽ. ഈ 10-ാം തീയതി 60 വയസ്സ് തികയും ചെയ്യും, 11-ാം തീയതി വോട്ടും. അതിൻ്റെ ത്രില്ലിലാണ് ഇപ്പോൾ. അവസരം കിട്ടാനിട്ടാണ് ഞാൻ ലീവിന് വരുമ്പോൾ ഇലക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാൻ വരാറ്. വന്നു കഴിഞ്ഞാൽ പോവും. വോട്ട് ലിസ്റ്റിൽ പേരൊക്കെ ഉണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. 60-ാം വയസ്സിലാണ് വോട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത്. അത് മകന് വേണ്ടിയിട്ട്. പ്രതീക്ഷ ഇവിടെ UDF ജയിക്കണമെന്നാണ് ആഗ്രഹത്തിന് നിൽക്കുന്നത്. ജയിക്കും സ്വന്തമായിട്ടും 100% ഉറപ്പ് ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. ഭാര്യ ഷക്കീല, മക്കളായ PS, ഫൈസൽ, അഫ്സൽ എന്നിവർ ഉൾപ്പെട്ട കുടുംബം. ഫൈസലിന്റെ ഭാര്യ സാലിഹയും മക്കളായ ഹന്ന ഫാത്തിമയും സന ഫാത്തിമയും സലീമിനൊപ്പമാണ് താമസിക്കുന്നത്. മുത്തുള്ളിയാൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹന്ന ഫാത്തിമ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കെ പൊതുപ്രവർത്തകനെന്ന നിലയിൽ ശ്രദ്ധേയനാകാൻ PS ഫൈസലിനായി. എഞ്ചിനീയറായ ഫൈസലിനെ അതുകൊണ്ട് തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരവും തേടിയെത്തിയിരിക്കുകയാണ്. ചേർപ്പ് പഞ്ചായത്ത് 17-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് PS ഫൈസൽ. ചൂണ്ടൽ പഞ്ചായത്തിലും തൃശൂർ കോർപ്പറേഷനിലും ഓവർസിയറായി ജോലി ചെയ്ത ഫൈസൽ നിലവിൽ സ്വന്തമായി കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. 16 വയസ്സായിരിക്കെ പൊതുപ്രവർത്തകനായി തുടങ്ങിയ അനുഭവം സ്ഥാനാർത്ഥി എന്ന നിലയിൽ കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് ഫൈസൽ. ഇതിനിടയിലാണ് 1 വർഷം മുൻപ് പ്രവാസ ജീവിതം മതിയാക്കി ഫൈസലിന്റെ പിതാവ് സലീം നാട്ടിലെത്തിയത്. തന്റെ കന്നി വോട്ട് ചെയ്യാൻ കാത്തിരുന്ന അദ്ദേഹത്തിന് മകൻ ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം സന്തോഷം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. ഈ മാസം 10-ന് സലീമിന്റെ 60-ാം പിറന്നാൾ ആഘോഷിക്കുന്നു. പിറ്റേന്ന് 11-ാം തീയതി സലീമിന് കന്നി വോട്ടിനുള്ള അവസരവും. പിതാവിന്റെ കന്നി വോട്ട് തനിക്കാണ് എന്നതിൽ കൂടുതൽ സന്തോഷത്തിലാണ് PS ഫൈസലും കുടുംബവും. ഞാൻ 16 വയസ്സ് തൊട്ടിട്ടാണ് പൊതുരംഗത്തേക്ക് ഇറങ്ങണത്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ എന്ത് ആവശ്യം വന്നാലും നമ്മൾ ഏറ്റവും വശം ഓടി വരും. ഒരു ആക്സിഡൻ്റ് ആയാലും ശരി, ഒരു ദുരന്തമായാലും ഇതിനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അതുതന്നെയാണ് ഈ നാട്ടുകാരെനിക്ക് തരുന്ന ഏറ്റവും വലിയ പ്രചോദനം. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയി. അതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് മത്സരിക്കാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നത്. അതുതന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഞാനുള്ളത്. പിന്നെ ജനങ്ങളുടെ പിന്തുണ എനിക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നുണ്ട്. ഉപ്പാനെ സംബന്ധിച്ചോളം എൻ്റെ വളരെ ചെറുപ്പത്തിൽ തൊട്ടിട്ട് വീടിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് വിദേശത്തായിരുന്നു. ഇലക്ഷൻ സമയത്ത് നാട്ടിലേക്ക് വരാൻ പറ്റാറുണ്ടായിരുന്നു. എപ്പോഴും ഇലക്ഷൻ സമയത്ത് വിളിച്ച് ചോദിക്കും, എൻ്റെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലുപരി ഞാൻ സ്ഥാനാർത്ഥിയായി കിട്ടിയപ്പോൾ അതും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് കഞ്ഞോട്ട് എനിക്ക് വേണ്ടി ആകുമ്പോൾ അത് വളരെയധികം സന്തോഷമാണ്. വീട്ടിലെല്ലാവരും നല്ലൊരു സന്തോഷപ്രീതിയിലാണ് ഇരിക്കുന്നത്. സഹോദരൻ അഫ്സൽ എറണാകുളത്ത് സ്വന്തമായി IT കമ്പനി നടത്തുകയാണ്. സഹോദരന് വോട്ട് ചെയ്യാൻ അഫ്സൽ ഭാര്യ മുഹസനയ്ക്കൊപ്പം നേരത്തെ തന്നെ പടിഞ്ഞാറ്റുമുറിയിലെ വീട്ടിലെത്തി. പ്രവാസിയായ സലീമിന്റെ പിതാവിന്റെ ബന്ധു നഹ എന്ന അബ്ദുൽ ഖാദർ ഉൾപ്പെടുന്ന ബന്ധുക്കളും ഇവർക്കൊപ്പം സന്തുഷ്ടരാണ്. ഏതായാലും പിതാവ് സലീമിനായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കന്നി വോട്ടിനുള്ള അവസരമാണെങ്കിൽ മകൻ ഫൈസലിനിത് കന്നി അംഗവുമാണ്. മധുരം അതിമധുരം എന്ന് പറഞ്ഞ പോലെയാണ്. ആൾക്ക് 60-ാമത്തെ വയസ്സാണ്. അതും വോട്ടിൻ്റെ തലേദിവസമാണ്. 10-ാം തീയതിയാണ് 60-ാമത്തെ വയസ്സ് തികയണത്. അതിൽ മോന് സ്ഥാനാർത്ഥിയായി നിൽക്കട്ടെ, ആദ്യമായിട്ട് ഒരു വോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകത ഉണ്ടല്ലോ. അതായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ത്രില്ല്. എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. ആ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ എൻ്റെ ഇക്കയാണ് നിൽക്കുന്നത്, ഫൈസൽ PS. അതിലുപരി ഉപ്പാക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതും ഇക്കാക്ക് വേണ്ടിയിട്ട് 17-ാം വാർഡിലാണ് സ്ഥാനാർത്ഥി നിൽക്കുന്നത്. അതും 60-ാം വയസ്സിൽ. ഇത്ര നാളും പ്രവാസിയായിരുന്നു. 36 വർഷത്തോളം പ്രവാസിയായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ ഇക്കയാണ് നിൽക്കണേ. അതിലുപരി ഉപ്പാട് ആദ്യത്തെ വോട്ടാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം ഹാപ്പിയിലാണ്.